ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന സന്ദേശം ഇപ്രകാരമാണ്: സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. എന്തേ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഇപ്പം വിദ്യാർത്ഥിനികൾ കാര്യം പറഞ്ഞാൽ ഒത്തിരിയേറെ പേര് ഈ പ്രാവശ്യം ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല, പിന്നത്തെ വർഷം ഇപ്പം നമ്മൾ ട്യൂട്ടോറിയൽ കോളേജിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല ചേട്ടാ, അവിടെയല്ലേ പഠിച്ചത്. അപ്പോൾ കുറേ പിള്ളേരെ ഈ വർഷം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേ തീരുമാനിക്കും അടുത്ത വർഷം ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഏത് ട്യൂട്ടോറിയൽ കോളേജ്, ഇപ്പോൾ പറയുന്ന ട്യൂഷൻ സെൻറ്റർ, ഏത് ട്യൂഷൻ സെൻറ്ററിലാണ് വീണ്ടും പഠിക്കാൻ പോകേണ്ടതെന്ന്. അത്രയും വിശ്വാസക്കുറവാണ്, ആത്മവിശ്വാസക്കുറവാണ്. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. സാധ്യതയില്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. ജോലി നേടുമ്പം ചിലപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാം, ഒരു 10 ഒഴിവേ ഉള്ളൂ. ചെല്ലുമ്പം 500-600 പേരാണ് ഈ 10 ഒഴിവിന് വേണ്ടി നിൽക്കുന്നത്. ആ ക്യൂവിലെത്തുമ്പോൾ തന്നെ തീരുമാനിക്കും എനിക്ക് കിട്ടില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ പങ്കെടുത്താൽ അത് കിട്ടൂല. ഏത് കാര്യവും അങ്ങനെ തന്നെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കണം. ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിലും അവിടെ അത്ഭുതം സംഭവിക്കും, എനിക്കായി കർത്താവ് പ്രവർത്തിക്കുമെന്ന്. ഈ റോമക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വചനത്തിൽ പൗലോസ്ലിഹ ഇതിനെക്കുറിച്ചൊക്കെ എത്ര നന്നായിട്ടാണ് പറയുന്നത്. റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 17, ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവർക്ക് അസ്തിത്വവും നൽകുന്നതിൻ്റെ മുൻപിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. ഒരു സാധ്യതയും കാണുന്നില്ലായിരുന്നു. അബ്രാഹത്തിന് മക്കളുണ്ടാകുമെന്നും അബ്രാഹം ഇങ്ങനെ എല്ലാ ജനതകളുടെയും പിതാവായി തീരുമെന്നുള്ള സാധ്യതകൾ ഒന്നും കാണാനില്ല. മർത്താമറിയത്തിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. മരിച്ച് സംസ്കാരം കഴിഞ്ഞു. ലാസറിന് ഇനി അവർക്കൊരു സഹോദരൻ ജീവനോടെ ഉണ്ടാകുമെന്നുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് കർത്താവ് പലപ്പോഴും പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന്. അപ്പം നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു 4 കാര്യങ്ങളാണ്. നമുക്ക് നേരം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും വിശ്വസിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും വിശ്വസിക്കണം. ഇത് മാരക രോഗമാണ്, വല്ലാതെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും ഇനി വലിയ കാര്യമൊന്നുമില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, ആരും അങ്ങനെ ഒരു പ്രതീക്ഷ തരുന്നില്ല എങ്കിലും വിശ്വാസിയായ ഒരാൾ വിശ്വസിക്കണം, സൗഖ്യം കിട്ടുമെന്ന്. ഞാൻ ഇടയ്ക്കല്ല ധാരാളമായി പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു പേരാണ് ഡിയോൺ എന്ന 14 വയസ്സുള്ള കൊച്ചിൻ്റെ കാര്യം. ഇപ്പോഴും വെല്ലൂർ ആശുപത്രിയിൽ ക്യാൻസറിന് ചികിത്സയിലാണ്. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കൾ ഇനി ഈ കൊച്ച്, ഇടയ്ക്കൊക്കെ വീഡിയോയിലും ആ കൊച്ച് സംസാരിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ല എന്ന് ചിലവരൊക്കെ അവരോട് പറയും. അത്രമാത്രം സീരിയസ് ആയിട്ട് കിടക്കുന്നത്. എന്നാലും ഈ കുഞ്ഞ് 14 വയസ്സുകാരൻ ഇതൊക്കെ മാറും,
100% മാറും. വിശ്വസിക്കുകയാണ്, പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരുടെ മാതാപിതാക്കൾ, അവരുടെ പ്രിയപ്പെട്ടവർ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇവിടെ വരുന്നു, മിക്കവാറും ഒന്നിടവിട്ട് വിളിക്കുന്നു. അപ്പോൾ പറയുന്നു, ഇപ്പം ഈ മാരകമായ രോഗം ഏകദേശം എല്ലാം മാറി. പിന്നെ അതിനോട് ചേർന്നുള്ള ചില സൈഡ് ഇഫക്റ്റുകളും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഡിയോണിനുള്ളത്. ചികിത്സയുടെ ഒരു കടുത്ത, നമ്മൾ പറയുന്നത് പീഡാസഹനത്തിലൂടെ തന്നെയാണ് ആ കൊച്ച് കടന്നുപോയത്. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും വിശ്വസിക്കണം. ഉറപ്പിച്ചോ? അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ആ വിശ്വാസം അനുഗ്രഹത്തിന് കാരണമാണ്. അതാണ് നമ്മൾ ഈ വചനത്തിൽ കേട്ടത്. ഇങ്ങനെ പ്രതീക്ഷയ്ക്ക് അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. വീണ്ടും റോമൻസ് 4:18 പറയുന്നത് എങ്ങനെയാണ്? നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന്. ഇന്നത്തെ വാക്കാണ്. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് എനിക്കും നമുക്കും ഒക്കെ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന കാര്യം, അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കണം. ഇത് പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യണം. നിരന്തരമായി ഇതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ്, അതൊന്നും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് കുറേ പിള്ളേരല്ല മുതിർന്നവരൊക്കെ കുറേ നാളൊരു ജോലിക്കായി പരിശ്രമിച്ചു, കിട്ടിയില്ല. ഇതാ പ്രതീക്ഷ പോയി, ഈ വിശ്വാസം പോയി, പള്ളിയിൽ പോക്കില്ല, കുർബാനയില്ല, ആരാധന ഇല്ലാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലവരൊക്കെ നിരാശയുടെ പടുകുഴിയിലാകുന്നത്. എല്ലാ പ്രതീക്ഷയും പോകുന്നു, ഇനി രക്ഷയില്ല എന്നുള്ള തോന്നൽ. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കണം, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും പ്രത്യാശയോടെ വിശ്വസിക്കണം ഇന്ന കാര്യം സംഭവിക്കുമെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്. അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. നല്ലോണം അതും മനസ്സിലാക്കണം. അസാധ്യത, പ്രിയപ്പെട്ടവരെ, അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. ഒത്തിരിയേറെ പേരുടെ വിശ്വാസത്തെ ദുർബലമാക്കുന്നുണ്ട് അസാധ്യത. അതൊന്നും സംഭവിക്കാനില്ലേ, ഇനിയിപ്പോൾ വിവാഹം കഴിയാനൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ വിശ്വസിക്കുന്നത്? അസാധ്യത, പ്രിയപ്പെട്ടവരെ, അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. ഒത്തിരിയേറെ പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു വീഴ്ചയാണ്, തകർച്ചയാണിത്. അതുകൊണ്ട് നമ്മളിത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം, തിരിച്ചറിയണം. അസാധ്യമായ കാര്യമാണെന്ന് കാണുമ്പോൾ, ഇതൊന്നും നടക്കില്ല എന്ന് കാണുമ്പോഴത്തേനും അത് നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കുന്നുണ്ടോ എന്ന്. പൗലോസ്ലിഹ ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നോ? ഹെബ്രായർ 11:1-2 ഹെബ്രായർ 11:1-2. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അസാധ്യമായ കാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയാൻ പാടില്ല. വിശ്വാസത്തോടെ പൂർവ്വപിതാക്കന്മാർ മുന്നോട്ട് പോയതുപോലെ ജീവിക്കാനായിട്ട് എനിക്കും നമുക്കും സാധിക്കണമെന്ന്. വലതുകരം ഉയർത്തി ഉറക്കെ തീക്ഷ്ണതയോടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്താം. അതല്ലേ അസാധ്യമെന്ന് തോന്നിയ ഇസ്രായേൽക്കാർ, ഒരാൾ മാത്രം അതങ്ങോട്ട് വിശ്വസിച്ചു ഇത് സാധ്യമാണെന്ന്. അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. അതാണ് ചെങ്കടലിന് മുന്നിൽ നിന്നപ്പം ഇത് അസാധ്യമാണ് ഈ കടലിനെ അതിജീവിക്കുക എന്നുള്ളത്. അവരുടെ വിശ്വാസത്തെ ദുർബലമാക്കി. ഒരു വലിയ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ മുഴുവനും ദുർബലമാക്കി.
പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലൂടെ പോയപ്പോൾ ദാഹിച്ച് വെള്ളമില്ലാതായപ്പോൾ ആ വലിയ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ദുർബലമാക്കി. വെള്ളം കിട്ടാനില്ല, ഇവിടെയെങ്ങും വെള്ളമില്ല എന്നുള്ളത്. അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ല, മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം, അസാധ്യത, അത് നമ്മളെ വിശ്വാസത്തെ ദുർബലമാക്കി കളയും. എന്തുകൊണ്ടാണ്? അപ്പോൾ അത്രമാത്രം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ വളർച്ചയും ദൃഢതയും പുഷ്ടിയും പ്രാപിക്കുന്നില്ല എങ്കിൽ ഇത് നമ്മളെ തകർക്കും. നമ്മുടെ വിശ്വാസം നശിപ്പിക്കും, നമ്മുടെ പ്രതീക്ഷ നശിപ്പിക്കും, ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകും, അവസാനം നിരാശയുടെ പടുകുഴിയിലാകും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. ഏറ്റവും നല്ല ഉദാഹരണം ഏതാണോ? വിശുദ്ധ സുവിശേഷത്തിൽ ഈ സഖറിയ എലിസബത്ത് ദമ്പതിയാണ്. പ്രത്യേകിച്ചും സഖറിയ ആജീവനാന്തം ജീവിതകാലം മുഴുവൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക. എന്നിട്ടും ഒരു കുഞ്ഞുണ്ടാകുന്നില്ല. അത്രമാത്രം വൃദ്ധനായി. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു കോട്ടവും വരുത്തിയില്ല. വേണമെങ്കിൽ ചിന്തിക്കാം, ഞാൻ ഇത്രയധികം അൾത്താരയിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു കൊച്ചുപോലും ഉണ്ടായില്ലോ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്ത് ഇനി പിന്നെ നമ്മൾ ചിലവരൊക്കെ പറയുന്നത് ഒരു കടത്ത് കഴിക്കാനായിട്ട് അങ്ങ് ചെല്ലുന്നു, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു, ഇറങ്ങിപ്പോകുന്നു. സഖറിയ അതല്ല ചെയ്തത്. സാധാരണ നമ്മൾ ഈ കൊച്ചന്മാർ പട്ടം കിട്ടിക്കഴിയുമ്പോഴേ ചില അച്ഛന്മാരോ ചില ഈ പ്രൊഫസേഴ്സ്, അവരെ പഠിപ്പിച്ച അച്ഛന്മാരൊക്കെ ഉന്നതമായ ആത്മീയ ചിന്തയുള്ളവർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്നാന്നോ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, അച്ഛൻ ഓരോ കുർബാന ചെല്ലുമ്പോഴും അച്ഛൻ എപ്പോഴും ഇങ്ങനെയാണ് അതിന് മുന്നേ ഓർക്കേണ്ടത്, ഇതെൻ്റെ ആദ്യത്തെ കുർബാനയാണെങ്കിൽ എത്രമാത്രം തീഷ്ണതയോടെ ആയിരിക്കും ഞാൻ ചൊല്ലുന്നത്. എന്നിട്ടും വീണ്ടും അത് തുടരണം. ഇതെൻ്റെ അവസാനത്തെ കുർബാനയാണെന്നുള്ള ബോധ്യം വന്നാൽ എന്തുമാത്രം തീഷ്ണതയോടെ ആയിരിക്കും ആ ബലിയർപ്പിക്കുന്നത്. ശരിയല്ലേ? ഒരച്ഛൻ കുർബാന ചൊല്ലുന്നതിന് മുന്നേ കർത്താവ് പറഞ്ഞു എന്ന് വിചാരിക്കുക, അച്ഛാ ഇത് അച്ഛൻ്റെ അവസാന ബലിയാട്ടോ. എന്തുമാത്രം തീഷ്ണതയോടെ ആയിരിക്കും ബലിയർപ്പിക്കുന്നത്. ആദ്യത്തെ ബലി, കൊച്ചന്മാരുടെ ആദ്യത്തെ ബലി, പുത്തൻ കുർബാന നമുക്കറിയാം, എന്തുമാത്രം തീഷ്ണതയോടെയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇത് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. അല്ലെങ്കിലോ നമ്മുടെ വിശ്വാസത്തെ അത് ദുർബലമാക്കിയാലോ പിന്നെ ഒക്കെ ഒരു തരം യാന്ത്രികമായ കാട്ടിക്കൂട്ടിലായിത്തീരും. അതുകൊണ്ട് അസാധ്യത, ജോലി കിട്ടുന്ന കാര്യമായാലും വിവാഹം നടക്കുന്ന കാര്യമായാലും മക്കളുണ്ടാകാത്ത പ്രശ്നങ്ങളായാലും, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പറയാം, അതൊക്കെ സാധാരണ നമ്മളെ ഒക്കെ എന്നും നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്, നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. എനിക്കറിയാവേ, ചില സഹോദരി ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആദ്യമൊക്കെ സ്ഥിരം ആയിട്ട് മുടക്കം കൂടാതെ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. ഇപ്പോൾ പക്ഷെ അങ്ങനെയുള്ള കുറച്ച് പേരെ അവരുടെ മുഖം ഇപ്പോൾ ഒരു 2 കൊല്ലം 3 കൊല്ലമായിട്ട് കാണുന്നില്ല. കാരണം എന്തേ? എനിക്കറിയാം ചില പ്രത്യേക നിയോഗത്തോടെയാണ് ആ മക്കൾ വന്നത്. പക്ഷേ 1 കൊല്ലമായിട്ടും 2 കൊല്ലമായിട്ടും ആ കാര്യം അങ്ങ് ശരിയായില്ല. പിന്നെ അവർക്ക് തോന്നി ഇത് അസാധ്യമാണ്, നടക്കില്ല എന്ന്. അതോടെ വിശ്വാസം ദുർബലമായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസാധ്യതകൾ നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്.
വളരെ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ഹെബ്രായർ ലേഖനം 11 അധ്യായത്തിൽ നമ്മളിപ്പോൾ കണ്ടു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. കർത്താവിൻ്റെ സന്നിധിയിൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അസാധ്യതയായ കാര്യമാണെന്ന് കരുതി വിശ്വാസം ക്ഷയിച്ചു പോകാൻ ഇടയാകരുത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ റോമക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 19 വചനം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 19 വചനം. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമായിരുന്നിട്ടും അബ്രാഹത്തിൻ്റെ വിശ്വാസം ദുർബലമായില്ല. അതുകൊണ്ടാണ് അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരെ ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കരുത്. എന്തേ നമ്മൾ അങ്ങനെ ഒത്തിരിയേറെ പേര് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കുന്നു. എപ്പോഴാണ്? കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ, ശരിയാകുന്നില്ലല്ലോ എന്ന് കാണുമ്പം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കുന്നു. അതാണ് സാറ ഒന്ന് ചിരിച്ചത്, മക്കളുണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പം. ഇത്രയും പ്രായമായല്ലോ, ദൈവം ഒരു വാഗ്ദാനമൊക്കെ കൊടുത്തു, പക്ഷേ മക്കളുണ്ടാകുന്നില്ല എന്നപ്പം എതിരെ ചിന്തിച്ചു, ചിരിച്ചു. അബ്രാഹമാകട്ടെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ഒരിക്കലും ചിന്തിച്ചില്ല, ചിരിച്ചില്ല. എപ്പോഴും ഇത് നടക്കും, ദൈവത്തിൻ്റെ വാഗ്ദാനമല്ലേ, അതുകൊണ്ട് അതിനെതിരെ ചിന്തിക്കരുത്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കണം, പ്രാക്ടീസ് ചെയ്യണം. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കാൻ നമ്മൾ ആരാ? ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കുന്ന കർത്താവാണെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. അല്ലാതെ കർത്താവ് എന്നെ രക്ഷിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കരുത്. വിജയം നൽകുന്ന കർത്താവ് ഞാനാണ് എന്ന് ഈ ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ പ്രാർത്ഥനയിൽ ആ വചനം നമ്മൾ കേൾക്കുന്നു. വിദ്യാർത്ഥികൾ ഇല്ല, ഞാൻ വിജയിക്കൊന്നുമില്ല, ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്, വിജയം തരുമെന്ന്. അപ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായിട്ട് ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമുക്ക് അതിനുള്ള യോഗ്യതയില്ല, അർഹതയില്ല. പിന്നെ രണ്ടാമതായിട്ടോ, അത് പിശാച് നമ്മുടെ ഉള്ളിൽ കുത്തിവെക്കുന്ന വിഷമാണ്. അന്ന് ആദം ഹവ്വായുടെ ഹൃദയത്തിലേക്ക് വിഷം കുത്തിവെച്ചതുപോലെ ഇതേ ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളോട് ഈ പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞതെന്നോ? അത് തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തിന് നിങ്ങളോട് കുശുമ്പുകാരനാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരെ ചിന്തിക്കുന്നത് അത് പിശാച് വെക്കുന്ന കെണിയാണ്. അപ്പം മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് സങ്കീർത്തനം 27:14 പറഞ്ഞു തരുന്നു. 27:14 കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഏതിൻ്റെ കാര്യത്തിൽ? സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, അങ്ങനെ മുന്നോട്ട് പോകണം. സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കണം. അതിലത്തെ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും അങ്ങ് വിശ്വസിച്ചു. അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്.
3, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ഒരു കാരണവശാലും ചിന്തിക്കരുത്. 4-ാമത്തെ കാര്യം ഇതാണ്: ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. അതാണ് നമ്മൾ 4-ാമതായി ഈ വചനഭാഗത്തിലൂടെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. എങ്ങനെയാണ്? ഒത്തിരിയേറെ പേരിങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഇനി ഏത് സാഹചര്യത്തിലായാലും വിശ്വാസത്തിൽ അങ്ങനെ ശക്തി പ്രാപിക്കണം. പൗലോസും സീലാസും തടവറയിൽ കിടന്നപ്പോഴും കയ്യാമത്തിൽ കിടന്നപ്പോഴും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി കീർത്തനം ആലപിച്ചു, വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. പൂർവ്വ ജോസഫ് എല്ലാവരാലും തള്ളപ്പെട്ട് പരിത്യക്തനായപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. സഹോദരന്മാർ ഉപേക്ഷിച്ചപ്പോഴും, സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും, സഹോദരന്മാർ എടുത്ത് വീണ്ടും അടിമയായി വിറ്റപ്പോഴും വിശ്വാസത്തിൽ ഉറച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവിടെ ചെന്ന് 13 കൊല്ലം ജയിലിൽ കിടന്നപ്പോഴും വിശ്വാസത്തിൽ അങ്ങോട്ട് ഉറച്ചു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പം നമ്മൾ പ്രിയപ്പെട്ടവരെ 4-ാമതായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. ദാനിയേലിൻ്റെ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആ 3 യുവാക്കൾ തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്നതിന് മുന്നും പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളെ ഈ രാജാവ് പറഞ്ഞ വസ്തുക്കളെ ഒന്നും ആരാധിക്കില്ല, എന്നെ എടുത്ത് തീയിലിട്ട് ഇട്ടാലും സാരമൊന്നുമില്ല, ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. അത് ആരോഗ്യത്തിലായാലും അനാരോഗ്യത്തിലായാലും കടഭാരത്തായാലും സമ്പത്തുള്ളപ്പോഴും പരാജയത്തിൻ്റെ സമയത്തായാലും വിജയത്തിൻ്റെ സമയത്തായാലും ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അത്രയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, അങ്ങനെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്നാണ്. കാരണം അതിൽ 2 വശമുണ്ട്. ഒന്നാമത്തെ വശം ആരോഗ്യം, വിജയം, സമ്പത്ത്, അങ്ങനെ ഉന്നതി, പേര്, പെരുമ, പ്രശസ്തി, അങ്ങനെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആ സമയത്ത് എനിക്കും നമുക്ക് ആർക്കായാലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സുഖമാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട്. രോഗം, ഉള്ള ജോലി നഷ്ടപ്പെടുന്നു, അല്ലെ ഈ ജോലി കിട്ടുന്നില്ല, പഠിച്ചിട്ട് ശരിയാകുന്നില്ല, കടബാധ്യത, കല്യാണം നടക്കുന്നില്ല, ഇനി വിവാഹം കഴിഞ്ഞിട്ടോ മക്കളുണ്ടാകുന്നില്ല. വിശ്വാസം ക്ഷയിക്കാൻ എളുപ്പമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4-ാമതായി ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളോട് എത്ര മനോഹരമായിട്ടും ഒക്കെയാണെന്നോ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. റോമൻസ് 4-ാം അധ്യായം 20-ാം വചനം, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, ഒരിക്കലും ചിന്തിച്ചില്ല. ഹെബ്രായർ 11-ാം അധ്യായം 22-ാം വചനം, ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു. റോമൻസ് 4:20, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, 4 പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് കർത്താവ് നമുക്ക് ശക്തമായ വിധത്തിൽ സന്ദേശം നൽകുന്നത്. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും വിശ്വസിക്കുക. അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ഒരു കാരണവശാലും ദുർബലമാക്കി കളയരുത്. 3-ാമതായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കരുത്. 4-ാമതായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം.